വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇന്നത്തെ ചിന്തക്കായിട്ട് വേദപുസ്തകത്തിൽ നിന്നും പഴയ നിയമ പുസ്തകം 1 രാജാക്കന്മാരുടെ 17-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധിക്കേണ്ടതായ വേദപുസ്തകത്തിൽ വളരെ കുറച്ച് നമുക്കറിയാം. ഉൽപ്പത്തി തുടങ്ങി നമ്മൾ പരിശോധിച്ചാൽ തിരുവചന വാക്യങ്ങളിൽ ഏലിയാവിനെക്കുറിച്ച് പറയുന്നത്, ഏലിയാവിനെ കുറിച്ച് അഭിസംബോധന ചെയ്തൊന്നും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയത്തില്ല. പെട്ടെന്ന് തിശ്ബിൽ നിന്നുള്ള തിശ്ബിനായ ഒരു ഏലിയാവ്, അതാണ് അവൻ്റെ ഐഡൻറ്റിറ്റി. അവൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയുന്നില്ല. ഇന്ന കുടുംബത്തിൽ ജനിച്ച വ്യക്തി, ഇന്ന അപ്പനും അമ്മക്കും ഉണ്ടായൊരു വ്യക്തി എന്നും ഒരു ഐഡൻറ്റിറ്റിയും അവിടെ വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഈ ഇപ്പോൾ വായിച്ചതായ ആ വേദവാക്യത്തിൽ നിന്ന് തന്നെ നമ്മളത് വളരെ ശ്രദ്ധിച്ച് വായിച്ചാൽ അവിടെ പറയുകയാണ്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവം. അപ്പോൾ അവൻ സേവിക്കുന്ന, അവൻ വിളിച്ചപേക്ഷിക്കുന്ന, അവൻ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം, അത് ആ ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവം. അവിടെ രാജാവിനോട് പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും പെയ്യത്തില്ല. ഒരു ദിവസമല്ല, ഒരു വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല, 3.5 വർഷം. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവമനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അവൻ സേവിക്കുന്ന ആ ദൈവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ അധികാരത്തെ നമ്മളിലൂടെ തിശ്ബിനായ ഏലിയാവ് അത് വളരെ പ്രൊക്ലെയിം ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. നമുക്കറിയാം, ഏലിയാവ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ യഹോവ അല്ലെങ്കിൽ ദൈവം എൻ്റെ ബലം, എന്നെ ബലപ്പെടുത്തുന്ന ആ വാക്കിന് മുമ്പിൽ അല്ലെങ്കിൽ ദൈവത്തെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ മുമ്പിൽ അല്ലെങ്കിൽ പലപ്പോഴും ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഒളിച്ചോട്ടത്തിൻ്റെ ഒരു ജീവിതം കാണുവാനായിട്ട് കഴിയും, നിരാശയുടെ ഒരു ജീവിതത്തെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ജയത്തിൻ്റെ ഒരു വലിയ ജീവിതം കാണുവാനായിട്ട് നമുക്ക് കഴിയും. ഹല്ലേലൂയ. അതുപോലെ നാം ഓരോരുത്തരും ആ ഒരു അധികാരത്തിലോട്ട് നമ്മൾ എഴുന്നേൽക്കുക. നമ്മുടെ വാക്കിന് അധികാരമുണ്ട്. ആ ഒരു ആത്മനിറവിലോട്ട് നിങ്ങൾ ഓരോരുത്തരും എഴുന്നേൽക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.